ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ദക്ഷ കുടുംബത്തിലൊരു അംഗമായിരുന്ന നീരജ എന്ന് പറഞ്ഞ നമ്മളുടെ ഒരു സഹോദരി ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അപ്പോൾ നമ്മളുടെ ഒരു റെഗുലർ വ്യൂവറായിരുന്നു, കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്, റീഡിങ് ഒക്കെ എടുപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൾ ഓൾറെഡി അസുഖബാധിതയായിരുന്നു, കുറച്ചധികം നാളുകളായിട്ട് രോഗം ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു രോഗം മൂർച്ഛിച്ചൊരവസ്ഥയിലാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ ഹസ്ബൻഡും ഒരു ചെറിയ മോളും ഒക്കെയുള്ള വ്യക്തിയാണ്. ജീവിച്ച് കൊതി തീരാതെ പോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നീരജയുടെ ആത്മാവിനായിട്ട്, അല്ലെങ്കിൽ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനായിട്ട് ഒന്ന് നിങ്ങളും മനസ്സിൽ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ എന്നെ ഈ വിവരം അറിയിച്ചത് നീരജയുടെ സിസ്റ്റർ ഇൻ ലോയാണ്. അവർ രണ്ടുപേരും നമ്മുടെ വ്യൂവേഴ്സായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നീരജയുടെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ വേണ്ടപ്പെട്ടവർക്കും ആ സഹോദരിയുടെ മരണം താങ്ങാനുള്ള ഒരു ശക്തി സർവശക്തൻ കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം. നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ആ ഒരു പ്യുവർ ഫീലിങ്സുമാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോഡ്സ്, 10 ഓഫ് സോഡ്സ്, 8 ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, 3 of cups, 7 of swords, 2 of wands, 3 of pentacles, 10 of wands, emperor, queen of swords, 8 of wands, 10 of pentacles, 9 of cups. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം ഫൈനലായിട്ട്. ഓക്കെ, 6 of cups. അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളുടെ എനർജീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ അവർക്കോ പരസ്പരം യാതൊരു ധാരണയില്ലാത്തൊരു സാഹചര്യമായിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പ് ഏകദേശം നിർത്തിയ മട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കണം ഇപ്പോൾ നിങ്ങൾ. നമ്മളിവിടെ മെയിൻലി ഫീലിങ്സ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ എങ്കിലും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു 3 of swords ആൻഡ് 10 of swords എനർജീസാണ് ആദ്യമേ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല രീതിയിലുള്ള മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഹാർട്ട് പെയിൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡിങ്ങിനെ കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനിലായ അവസാനം ഉണ്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ്സോ കാര്യങ്ങളായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പെയിൻഫുൾ എൻഡിങ് ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഏറെ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാനസികമായിട്ട് പുറത്തു പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ നോ കോൺടാക്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഈ പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് എപ്പോഴും ആ ഒരു ഇഷ്ടവും സ്നേഹവും അതുപോലെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ ഇതിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോവാൻ, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാവുന്ന ആ ഒരു വേദനയിൽ നിന്ന് പുറത്ത് കിടക്കാനൊക്കെ ശ്രമിച്ചിട്ട് പോലും അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ
ആ ഒരു വ്യക്തി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചിട്ട് പോലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നോ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ചിന്തകളിൽ നിന്നോ പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി ഒക്കെയാണ്. അതായത് ഈ ഒരു വ്യക്തി പലപ്പോഴായിട്ട് നിങ്ങളെ ഓർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് അവരുടെ ഒരു ഫീലിങ്സ്, അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് ഈ ഒരു സമയത്താണ് നോക്കുന്നതെങ്കിൽ പോലും അവരുടെ ഒരു ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു വർക്കിലിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്ത് വരുന്നുണ്ടാവും. ഇപ്പം ചില റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഏകാന്തമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കാം നമ്മളുടെ പാർട്ട്ണറെക്കുറിച്ച് ഉള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സൻ്റെ ഒരു മൊത്തത്തിലുള്ള ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു വ്യക്തിക്ക് പോലും അറിയില്ലാണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, വേദനകളൊക്കെ ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അതുപോലെയുള്ള ഒരു എനർജിയാണ്. മേ ബി യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ നല്ലതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സണ് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നത് പോലും അതുകൊണ്ടാണ്. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടും അവർക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് ടൈപ്പാണെന്ന് അറിയില്ല. ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഫാമിലി പോലെ ഒരു ഡെപ്തിലേക്ക് പോയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. പക്ഷേ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഒരു ഫ്രണ്ട്ഷിപ്പെങ്കിലും ഈ ഒരു പേഴ്സണിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്ക് കാണാം. ഒന്ന് കോൺടാക്ട് ചെയ്ത് പരസ്പരം വർത്താനം പറഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ രണ്ടുപേർക്കും ഉണ്ടാകുന്ന അവസ്ഥ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ളൊരാഗ്രഹം നമുക്കിവിടെ നല്ല രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കാണാം അതൊരു ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ സെപ്പറേഷനിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഒരു കയ്യിലിരിപ്പുകൊണ്ടായിരിക്കണം അവിടെ വരെയൊക്കെ എത്തിച്ചേരുന്നത്. അറിഞ്ഞോ അറിയാതെയോ ആണെന്നുണ്ടെങ്കിലും ഒരാളായിരിക്കാം ചിലപ്പോൾ അത് വിട്ടു പോകാനായിട്ട് കൂടുതലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അല്ലെങ്കിൽ കാരണക്കാരനോ കാരണക്കാരിയോ ആവുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് പറ്റുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്ത് പോവും, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് പോവും. മറ്റേ വ്യക്തിയായിരിക്കും, അതായത് ആരാണോ ഇതിനകത്ത് പെയിൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ വിട്ടിട്ട് പോകുന്നത് ആ ഒരു പേഴ്സൺ ആയിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാലക്രമേണ ഈ ഒരു എനർജി ചിലപ്പോൾ തിരിച്ചു വരും. അതായത് ഇതിനകത്ത് വിഷമിച്ചിരുന്ന ഒരു വ്യക്തി പതിയെ പതിയെ ആ ഒരു വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ഒരവസ്ഥ, അവർ കൂടുതൽ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറി തുടങ്ങുന്നൊരവസ്ഥ. ഈ ഒരു വ്യക്തി ആരാണോ വേദനിപ്പിച്ച വ്യക്തി ആ ഒരു വ്യക്തി ആ ഒരു പഴയ പെയിൻ കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിതിനകത്ത് തന്നെ കിടന്ന് പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ആയിട്ടും ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇത്രയധികം ഒരു മാനസിക സമ്മർദ്ദം ഇവിടെ അനുഭവിക്കില്ല, അല്ലെങ്കിൽ അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ത് കാരണങ്ങൾ വേണമെന്നുണ്ടെങ്കിലും ആവാം പാസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ പോകാത്തതുകൊണ്ട് അറിയില്ല എന്താണ് നിങ്ങളെ തമ്മിൽ അകറ്റിക്കളഞ്ഞത്. ഈ ഒരു വ്യക്തിയുടെ മാത്രം പ്രവൃത്തിയാണോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യവശാലുണ്ടായതാണോ എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമല്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പെങ്കിലും ഉണ്ടായെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവാം, നിങ്ങളറിയാതെ ചെയ്തു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എന്നുള്ളൊരു രീതിയിൽ ഇതിനകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമായിട്ടത് നമുക്കത് തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അപ്പോൾ അതിനൊന്നും വലിയ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നോ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാതെ വെച്ചു എന്നോ അങ്ങനെയൊക്കെ ഒരു രീതിയിലൊന്നും ഒരു കുറ്റബോധമോ കാര്യങ്ങളും തോന്നാതിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പേഴ്സൺ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ അത്രയും ശക്തമായിട്ട് ഇവരുടെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പലരുടെയും തനിനിറം മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായതുകൊണ്ടായിരിക്കും. എന്ത് സാഹചര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം. അങ്ങനെയുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഫാമിലി പോലെയാണ് ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും ഒരു ഡെപ്ത് അവരുടെ മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ
ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം വേണം. പക്ഷേ അതെങ്ങനെ കൂട്ടിച്ചേർക്കും എന്നുള്ളതിനെക്കുറിച്ച് ഈ പേഴ്സണ് ധാരണയില്ല. പക്ഷേ നിങ്ങൾ കൂടെ വേണം എന്ന് വളരെ തീവ്രമായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു 3 ഓഫ് പെന്റക്കിൾസ് എനർജി. അതായത് നിങ്ങൾ ഒരുപാട് അകലെയാണ്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് അകലെയാണ്. സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ മോൺ ചെയ്തു എന്ന് അവർ ധരിക്കുന്നുണ്ടാവാം. മേ ബി അതായിരിക്കാം. അപ്പോൾ അവർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ദൂരത്തിലാണ് നിങ്ങളെങ്കിലും അവരിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനായിട്ട് നോക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസോ കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവർ ഒരു സൊസൈറ്റീനെ ഫിയറൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയേറെ ഒരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ വലിയ കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫിഷ് സൈഡ് നോക്കിയിട്ടാണ് പോയതെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം അവർ ഇത്രയേറെ ഒരു ടഫ് സിറ്റുവേഷനായിട്ടും ഇത് വിട്ടു പോകാനായിട്ട് റെഡിയല്ല. കണ്ണ് കെട്ടി ഇങ്ങനെയുള്ളൊരു ഫയറിൽ കൂടെ നടക്കുന്ന എനർജിയാണ്. എന്നിട്ടും ഇത് വിട്ടു കളയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനകത്തുള്ള ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വ്യക്തി പോലും വണ്ടർ ചെയ്യുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓണായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ എന്നിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആ ഒരു പേഴ്സൺ പോലും ചിന്തിച്ചേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. നമുക്ക് 8 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേറ്റഡ് മോഷൻ എനർജിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 24 ഹവേഴ്സിനകത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. വേറെ ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിയുടെ സംസാരം അവരുടെ ഒരു വോയിസ് ഒക്കെ കേൾക്കാനുള്ള ഒരു കൊതിയുണ്ടല്ലോ, ആ പറഞ്ഞ ഒരു ഇമോഷൻ ഈ പേഴ്സൺ നല്ല രീതിയിൽ നമുക്കിവിടെ അനുഭവിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു പ്രഷർ ഇപ്പോൾ ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു സിറ്റുവേഷനൊക്കെ കുറച്ച് വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇമോഷണലിൻ്റെ ഒരു പ്രഷറിൽ ചിലപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തെന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെ ലവിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത്രയും ഹോണസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതായത് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് പുറത്ത് കാണിക്കാതെ, അതിൻ്റെ ഒരു പകുതി പോലും പുറത്ത് കാണിക്കാത്ത വ്യക്തികളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഹോണസ്റ്റി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു കാര്യം ഈ പേഴ്സണ് നല്ലതുപോലെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് പല ക്ലാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സെപ്പറേഷനിലേക്ക് വന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി ഇതിനകത്ത് ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. നമുക്ക് ആ ഒരു 2 ആൻഡ് 3 എനർജീസ് ഇതിനകത്ത് വളരെ കാര്യമായിട്ട് കയറി വന്നിട്ടുണ്ട്. കാര്യം അവരുടെ ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എനർജി ഇതിനകത്ത് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയുടെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിങ് ആണ്, ലോയലാണ്. പക്ഷേ അതേസമയം കുറച്ച് സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യത്തിനകത്ത് 100% ഇൻവോൾവ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അതേ ഒരു കാര്യം നമ്മളിലേക്ക് തരണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കില്ല. അതുപോലുള്ള ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ആംഗിളിലാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ വളരെ ലവിങ് ആണ്, ലോയലാണ്. എന്നാൽ നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു കട്ട് ആൻഡ് റൈറ്റ് ക്ലാരിറ്റി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്തിട്ട് പോയൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ഇവരുടെ ഒരു ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നതെങ്കിൽ പോലും ആ ഒരു പ്രഷറിൽ പോലും നിങ്ങളോട് ഓടി വന്ന് സംസാരിക്കാൻ അത്രയേറെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് കാണാം ആ ഒരു 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹോപ്പാണ്, പ്രതീക്ഷയാണ്. എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫ്യൂച്ചറിൽ എങ്ങനെ അത് സാധിക്കും എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ
കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെയധികം പ്രതീക്ഷയോടെ നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രഗ്നൻറ്റ് ലേഡിയുടെ ഒരു ഇമേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു പെയിൻ എന്ന് പറയുന്നത്, ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന പെയിൻ എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ അതിന് ശേഷം വരുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഏഹ്, എന്താ പറയുന്നത്, ഈ പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥ കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് കടമ്പകളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് ഇനി വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിനി മൂവ് ഓൺ ചെയ്ത് പോയോ എന്നൊന്നും ഈ പേഴ്സൺ അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഷുവർട്ടി ഇല്ല എന്താണ് ഇതിനെക്കുറിച്ചെന്നുള്ളത്. അപ്പോൾ എന്ത് കടമ്പകൾ കടന്നിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്ര വേദനിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാം. എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം, ഇത് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ്. എപ്പോഴും ഈ ഒരു പേഴ്സൺ പാസ്റ്റിൽ തന്നെ നിൽക്കുകയാണ്. പാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതാണ് നമുക്ക് എൻഡിങ് കാർഡ് വന്നിരിക്കുന്നതും ആ ഒരു 6 ഓഫ് കപ്സ് ആണ്. പാസ്റ്റിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ മാനസികമായിട്ട് നല്ല രീതിയിൽ പ്രഷർ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള എന്തോ കാര്യമാണ് അവരെ ഇതിനകത്ത് കുടുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാതിരുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേഷനിലായി പോകാനുള്ള റീസണും മേ ബി അതായിരിക്കും. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആവാനുള്ള ഒരു റീസൺ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്യുവർ ഫീലിങ്സ് മാത്രമാണ് ഇവിടെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീലിങ്സിനകത്ത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും തിരിച്ചു വേണം, എനിക്ക് മസ്റ്റായിട്ട് ഇത് വേണം, ഇത് വിട്ട് കളയാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തോട്ട്സാണ് നമുക്കിവിടെ കയറി വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇമോഷൻസ് വളരെയധികം കൂടുതലാണ്. സ്നേഹം ഭയങ്കരമായിട്ട് നിങ്ങളോട് അവർക്ക് മനസ്സിനകത്ത് തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാത്തതിലൊരു നഷ്ടബോധം അനുഭവിക്കുന്നുണ്ട്. വളരെയധികം ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതുകൊണ്ടാണ് അവരത് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത് തന്നെ നിങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങളെ വേണമെന്ന് ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു യൂണിവേഴ്സിൻ്റെ കൈകടത്തൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിനകത്ത് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയേറെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് കയറി വരുന്നത്. നമ്മളിവിടെ പറഞ്ഞതുപോലെ റാൻഡമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ തോട്ട്സ് അവർക്ക് കയറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷനൊക്കെ വന്നിട്ട് ഒരുപാട് നാളുകളായെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.